ഹേയ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങളൊരു ഓണം സെലിബ്രേഷന് പോവാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ ഷാർജയിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പം അൻസ്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ അവിടെ ഇന്ത്യൻ അസോസിയേഷനിൽ മെമ്പറാണ്. സോ അവർ നമുക്ക് ടിക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. ഞങ്ങൾ ഹോളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു പൂക്കളാണ് കേട്ടോ. അപ്പം അതൊക്കെ കണ്ടിട്ടാണ് അകത്തേക്ക് കയറിപ്പോയത്. ഒരു 8 പൂക്കളോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നിനൊന്നും വെച്ചായിരുന്നു. എല്ലാം ഒറിജിനൽ ഫ്ലവർ വെച്ചിട്ട് തന്നെയാണ് ഇട്ടത്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ചു പൊടിയാണെന്ന്, പക്ഷേ പൊടിയല്ല, ഫ്ലവർ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടതാണ്. പിന്നെ ആന ഉണ്ടായിരുന്നു. ആനേൻ്റെ അടുത്തൊന്നും ശരിക്കും പറഞ്ഞാൽ അടുക്കാൻ പറ്റില്ലായിരുന്നു, അത്രയും നല്ല ആളാണ്. അടുത്ത പരിപാടി ഫുഡ് കഴിക്കാൻ പോലാണ്. ഈ ഒരു ബാഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയത്. നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ശരിക്കുമുള്ള വഴിയിലൂടെ കയറാൻ പറ്റില്ല. ലാസ്റ്റ് ഈ ഒരു ബാഡ്ജ് വെച്ചിട്ട് പിന്നെ വേഗം കയറിപ്പോയി. അതിന് ഫുഡ് വലിയൊരു ഹാളാണ് ഫുഡ് കഴിക്കുന്നത്. അതിൽ തന്നെ നിറഞ്ഞിട്ട് പുറത്ത് അത്രയും ആൾ ബാക്കിയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായപ്പോഴാണ് ഫുഡ് കഴിക്കാനിരുന്നത്. അങ്ങനെ ഫുഡ് ഐറ്റംസൊക്കെ വന്നു, കഴിച്ചു. പിന്നെ പ്രോഗ്രാം കാണാൻ പോയി. പ്രോഗ്രാമൊക്കെ നല്ല പ്രോഗ്രാമായിരുന്നു. കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഉള്ളിൽ നല്ല ചൂടും ഇതൊക്കെ അത്ര ആളുള്ളതാണല്ലോ, അപ്പോൾ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കണ്ടു, പുറത്തേക്ക് ഇറങ്ങി, അങ്ങനെയായിരുന്നു കളിച്ചത്. പിന്നെ ഞാൻ മെയിനായിട്ട് കാത്തു നിന്ന പരിപാടി വേറെതായിരുന്നു, അത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പോയത് തന്നെ. വീഡിയോ എന്തായാലും എല്ലാവരും ലാസ്റ്റ് വരെ കാണാം. പിന്നെ തന്നെയാണ് അവരുടെ വളർച്ച കരുത്താകുന്നത്. സമത്വവും ഉൾക്കൊള്ളലും നിറഞ്ഞ സമൂഹം സാക്ഷാത്കരിക്കാൻ ഓരോ കൈകളും കോർത്തുപിടിച്ച് ഞങ്ങളും കരുത്തായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തന്നെ അൽ-ഇബ്തിസാമ സെന്റർ ഫോർ പീപ്പിൾ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിന് മുൻപേ ഉള്ളത് ഒരു ഡ്രാമയായിരുന്നു, സർക്കിട്ട് മൂവിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രാമ. പിന്നെ അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഒപ്പന കണ്ടു. അങ്ങനെ കുറേയധികം പരിപാടികളുണ്ടായിരുന്നു. പിന്നെ സദ്യയൊക്കെ നല്ല സൂപ്പർ സദ്യയായിരുന്നു. കുറച്ച് തിരക്കുണ്ട് എന്നേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിക്കാനും ഇതാക്കാനൊക്കെ പറ്റി. ഉള്ളിൽ കയറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഉള്ളിൽ കയറിയതിന് ശേഷം ഇങ്ങനെ ബാക്കിൽ വന്ന് സീറ്റിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കൽ അങ്ങനത്തെ ഇടങ്ങേറൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കഴിച്ച് പോയി. പിന്നെ ആവശ്യമുള്ളത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർ പിന്നെയും കൊണ്ടുതരുന്നു, വിളമ്പുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു ഓണം സെലിബ്രേഷന് പോകുന്നത്. പിന്നെ സ്കൂൾ സമയത്താണെങ്കിലും കുറേയൊക്കെ കോവിഡായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കുറേ 2-3 വർഷം അങ്ങനെ പോയി. അപ്പം ഇത്രയും വലിയ സെലിബ്രേഷൻ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 2 കൊല്ലം മുന്നേ ആയിരിക്കും ഞങ്ങളിവിടെ ജൂഡ് ബേക്കറിയിൽ ഒരു സെലിബ്രേഷന് പോയത്. അതും ഇത്ര വലിയ ആളൊന്നും ഉണ്ടായിട്ടില്ല. അവിടുത്തെ ജസ്റ്റ് സ്റ്റാഫുമാരും അങ്ങനെ കുറച്ച് ആൾക്കാരും മാത്രം. അപ്പം ഇതെന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിംഗറാണ് സിത്താര കൃഷ്ണകുമാർ. അപ്പം ആളും കൂടി ഇന്നത്തെ ഷോയിൽ വരുന്നുണ്ട്. അപ്പം അത് കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോയത്. പിന്നെ അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും വളരെ ദൂരെ നിന്നിട്ടായിരുന്നു കണ്ടത്, അത്രയും ആളാണല്ലോ. അപ്പം നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടു, സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിംഗേഴ്സിനെയൊക്കെ ഒന്ന് അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ആൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുള്ള് ആളുടെ പാട്ടായിരിക്കും. ഞാൻ കാത്തു നിന്ന് ആ മൊമെൻ്റ് എത്തിയിരിക്കുകയാണ്. സോ നിങ്ങൾ കണ്ടിട്ട് പറ. ഓക്കെ. മാറി മാറി നടക്കേണ്ടതെന്നറിയാം, പക്ഷെ ഞങ്ങൾക്ക് നാട്ടിലെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വിളി വരുന്നതും ഇവിടെ വരാൻ സാധിക്കുന്നതും. അതും ഇത്രയും ആളുകൾ ഒരുമിച്ച് കാണാനൊരു അവസരം ഉണ്ടാവുന്ന ഒരു ചെറിയ കാര്യമല്ല ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഏറെക്കുറെ ഇങ്ങനെ നോക്കി കുറച്ചൊക്കെ മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ തരം പാട്ടൊക്കെ പാടി